ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യസഭയിൽ ഇന്നും ചർച്ച തുടരും. വൈകിട്ടോടെയാകും പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം. ഇന്നലെ ലോക്സഭയിൽ മറുപടി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉയർത്തിയത്. കോൺഗ്രസിന് പാകിസ്ഥാന്റെ സ്വരമെന്നും അവിടെ നിന്നുള്ള റിമോട്ട് കൺട്രോൾ അനുസരിച്ചാണ് പ്രവർത്തനമെന്നും പ്രധാനമന്ത്രി കടന്നാക്രമിച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഇന്നലെയായിരുന്നു ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച വലിയ ചൂടേറിയ ചർച്ച നടന്നത്. വലിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. പക്ഷേ അതിന് കൃത്യമായ മറുപടി പ്രധാനമന്ത്രി നൽകുകയും ചെയ്തു. ഇന്ന് രാജ്യസഭയിൽ ഇതേ വിഷയം വരുന്നു. വൈകിട്ട് പ്രധാനമന്ത്രി മറുപടി പറയും. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച നടത്തുവാൻ വേണ്ടി സർക്കാർ തയ്യാറായത്. എന്നാൽ ലോക്സഭയിൽ നടന്ന 16 മണിക്കൂർ ചർച്ചകൾ തെളിയിച്ചത് കോൺഗ്രസിന് തന്നെ ആ ആവശ്യം വിനയായി എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ 16 മണിക്കൂർ നീണ്ട ചർച്ച ലോക്സഭയിൽ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ആ ചർച്ചയിലൂടെ ഉണ്ടായത്. കോൺഗ്രസിനെ നഖശകാന്തം വിമർശിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മുതൽ നെഹ്റു വരെ, ജവഹർലാൽ നെഹ്റു വരെയുള്ള നെഹ്റു കുടുംബത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു ഭാരതത്തിൻ്റെ അധികാരികൾ, അല്ലെങ്കിൽ ഭാരതത്തിലെ മന്ത്രിമാരെന്ന് വേണം ശ്രദ്ധേയം. ഇതിൽ ഏറ്റവും പ്രധാനം രാജ്നാഥ് സിംഗ്, ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ മറ്റൊരു രാഷ്ട്രങ്ങളുടെയും പങ്കില്ല, അല്ലെങ്കിൽ ഭാരതം ആയുധം താഴെ വെക്കുവാൻ ഒരു രാഷ്ട്രങ്ങളുടെയും സമ്മർദ്ദമുണ്ടായില്ല. മറിച്ച് പാകിസ്ഥാൻ ആർമിയുടെ DGMOയുടെ അല്ലെങ്കിൽ DGMOയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ആയുധം താഴെ വെച്ചത് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് സൂചിപ്പിച്ചത്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു സൈനിക നടപടികളെന്ന് അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കോൺഗ്രസിനെയും അദ്ദേഹം വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അതിരൂക്ഷ വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസ് നിമിത്തമാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ മണ്ണ് പാകിസ്ഥാനൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ പിടിച്ചടക്കിയതിന് കാരണം എന്നുള്ളതാണ്. പിന്നീട് പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ മണ്ണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ നമുക്ക് തിരിച്ചു പിടിക്കാൻ. അത്തരം സാഹചര്യങ്ങളൊന്നും തന്നെ നെഹ്റുവോ അല്ലെങ്കിൽ പിന്നീട് വന്ന കോൺഗ്രസിൻ്റെ ഭരണാധികാരികളോ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനൊക്കെ ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ സൈന്യത്തിന് സർവ്വസ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. എന്നാൽ മുമ്പ് അതായിരുന്നില്ല ചരിത്രം എന്നുള്ളത് അമിത്ഷാ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സൈന്യത്തിൻ്റെ കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു സൈനിക വിഭാഗങ്ങളെ അവർ മുന്നോട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല സന്ദർഭങ്ങളിലും ഭാരതത്തെ ആക്രമിച്ചപ്പോൾ തിരിച്ചടിക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾ തയ്യാറെടുത്തപ്പോൾ അതിന് സധൈര്യം മുന്നോട്ട് വരാൻ കോൺഗ്രസിൻ്റെ ഭരണാധികാരികൾക്കായില്ല എന്നുള്ള വിമർശനവും അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിനൊക്കെ ഒപ്പം തന്നെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായിട്ടുള്ള 3 പേർ, അവരെ 3 പേരെ കൊലപ്പെടുത്തിയ കാര്യവും ഇന്നലെ പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ അമിത്ഷാ വ്യക്തമാക്കിയുണ്ടായി. അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഇവരുടെ പക്കൽ നിന്നും പാകിസ്ഥാൻ നിർമ്മിത ചോക്ലേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്, 2 AK-47 തോക്കുകൾ, അതേപോലെ തന്നെ അമേരിക്കൻ നിർമ്മിത പിസ്റ്റലായ M4 പിസ്റ്റൽ അടക്കം ഇവരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെടിയുണ്ടകളുടെ വലിയ മാഗസിനുകൾ ലഭിച്ചിട്ടുണ്ട്. ഇവർ തന്നെയാണ് അവിടെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ള കാര്യം ഇതിനോടകം വ്യക്തമായി. പ്രത്യേകിച്ച് NIA അറസ്റ്റ് ചെയ്ത ഇവരുമായി ബന്ധപ്പെട്ടുള്ളവരെ ഈ മൃതദേഹങ്ങൾ കാണിച്ച് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ തലയ്ക്ക് 20 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചതായിരുന്നു. മാത്രമല്ല, ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അത് കൃത്യമായി ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ഇവരുടെ പക്കലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പെഹൽഗാമിൽ 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തമായി എന്നുള്ളത് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു. അതേസമയം തന്നെ താൻ ഈ വാർത്ത പറയുമ്പോൾ പ്രതിപക്ഷം സന്തോഷിക്കുമെന്ന് കരുതി, എന്നാൽ അത് തെറ്റിപ്പോയി. വളരെ ഗൗരവതരമായി മുന്നേറുകയാണ്. ഇന്നലെ ലോക്സഭയിലായിരുന്നു ഇതിനെ സംബന്ധിച്ച ചർച്ച നടന്നത്. ഇന്ന് രാജ്യസഭയിൽ ഇതേ വിഷയം ചർച്ചയ്ക്കെടുക്കും. വൈകിട്ട് പ്രധാനമന്ത്രി മറുപടി പറയും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.